ഹലോ എവ്രി വൺ. സോ നമ്മൾ ദുബായ് വിസിറ്റ് ചെയ്ത സമയത്തുള്ള കാര്യങ്ങളൊക്കെ കോർത്തിണക്കി ഒരു കുഞ്ഞു വീഡിയോ ആണിത്. സോ നമ്മൾ എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രം പോയി. ട്രിവാൻഡ്രത്തിൽ നിന്നായിരുന്നു നമുക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. നമ്മളവിടെ ലോഞ്ച് ചെയ്യുന്ന ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു ഏർലി മോർണിംഗ് ആയിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. സോ നമ്മൾ ട്രിവാൻഡ്രം ടു ഷാർജ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഷാർജയിലെത്തി. ആൻഡ് എൻ്റെ മാമൻ വന്നിട്ടുണ്ടായിരുന്നു പിക്ക് ചെയ്യാനായിട്ട്. മാമനും ഫാമിലിയും ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ദേ ആർ സെറ്റിൽഡ് ദയർ. നമ്മുടെ മരുഭൂമിയിൽ നിന്നും സ്വപ്നം നഗരമായ ഒരു അത്ഭുതമാണ്. സോ ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ കഥകളിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ആ ഒരു നഗരം എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ അതെല്ലാം നോക്കി കാണുമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന റെസിഡൻസ്. അപ്പോൾ ഈ ഏരിയയിലാണ് നമ്മുടെ ഫ്ലാറ്റ് ഉണ്ടായിരുന്നത് മാമൻ്റെ. ആൻഡ് നമ്മളവിടെ വന്ന് റിലാക്സ്ഡായി. ആൻഡ് ദിസ് ഇസ് മൈ മാമൻ. നമ്മളൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം വി വെൻ ടു പൂൾ. ആൻഡ് എനിക്ക് വാട്ടർഫോബിക് ആണ്. സോ ഞാനൊന്ന് പിടിച്ച് നിൽക്കായിരുന്നു. ആൻഡ് അതെൻ്റെ കസിനാണ്. ഷീസ് ലൈക്ക് ഗുഡ് ആൻഡ് സ്വിമ്മിങ്. ആൻഡ് അതിന് ശേഷം മാമി നമ്മളെ ഗ്ലോബൽ വില്ലേജിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മൾ നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഡ്രൈവ് ചെയ്യാണ്. ആൻഡ് ഗ്ലോബൽ വില്ലേജ് എത്തിയിട്ടുണ്ടായി. അവിടെ ലൈക്ക് എന്താ പറയുക, മൊത്തത്തിൽ ഈ 90-ലധികം രാജ്യങ്ങൾ പങ്കാളിയായി അവരുടെ സംസ്കാരവും ഭക്ഷണവും വസ്ത്രങ്ങളും കലകളിലും എല്ലാം അവതരിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത്. ഇതിൽ ഓരോ പവലിയനും ഓരോ രാജ്യത്തിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്ക് തരുന്നത്. അപ്പോൾ എല്ലാം കൊണ്ട് തന്നെ നല്ല അതിശയിപ്പിക്കുന്ന കുറേ കാഴ്ചകളായിട്ട് ഓരോ പവലിയനിലും നമ്മൾ കയറി ഇറങ്ങുമ്പോഴും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യൂസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ടാണ് പോയത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കടകളെല്ലാം വെള്ളത്തിലാണ്. ബോട്ടുകളിലാണ് ഇവർ ഭക്ഷണങ്ങളും മറ്റു വസ്തുക്കളും വിൽക്കുന്നത്. അപ്പോൾ ലോകത്തിലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള തനതായ രുചികളാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. ഇപ്പം പറയുകയാച്ചാൽ തായ്ലൻഡ്, വിയറ്റ്നാം, ഫിലിപ്പീൻസ് എന്നിങ്ങനെ നിരവധി രാജ്യങ്ങളിലെ ട്രഡീഷണൽ ഫ്ലേവറുകൾ നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നല്ല അതിമനോഹരമായിട്ടുള്ള ദൃശ്യമാണ്. അതുപോലെ വെള്ളത്തിൽ നീങ്ങുന്ന ബോട്ടുകളുടെ ശബ്ദവും വ്യത്യസ്തമായ കച്ചവട വഴികളും കാണാൻ നല്ലൊരു അനുഭവം തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുമ്പോൾ വിചാരിക്കും ഇവിടെ ഒറ്റ ദിവസം ചിലവഴിച്ചാലും മതിയാവില്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള ഓരോ പുതിയ രുചികളും കാഴ്ചകളും നമുക്ക് ഈ ഒരു ഗ്ലോബൽ വില്ലേജ് നമ്മളെ കാത്തിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു ടർക്കിഷ് കെബാബാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഡിഫറെൻറ്റ് വെറൈറ്റീസൊക്കെ ട്രൈ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോകാറായി. നമ്മളെ വന്ന് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മാമൻ ഫാമിലി. സോ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.